ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാനുമാണ്. ഇന്ന് ഞാനൊരു കിച്ചൺ ടിപ്പായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ഗ്യാസ് ബർണറിനെ ഇത്രയും അഴുക്കായിട്ടിരിക്കുന്ന ആ ബർണറിനെ നമുക്ക് ഒരു പൈസ ചിലവില്ലാതെ നമുക്ക് ഒരേ ഒരു സാധനം കൊണ്ട് വൃത്തിയാക്കി എടുക്കാവേ. അതും വെട്ടിത്തിളങ്ങുമെന്നല്ല പറയുന്നത്, ഈ ഒരു രൂപത്തിൽ നിന്ന് നമുക്ക് മറ്റൊരു രൂപത്തിലോട്ട് ആക്കിയെടുക്കാവേ. അപ്പോൾ വലിയ പാടും കാര്യങ്ങളും ഒന്നുമില്ല, നമുക്ക് ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മതി. അപ്പം നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോകാം. ഇത്രയും അഴുക്ക് പിടിച്ച ഒരു ബർണറിനെ നമുക്ക് ഈസി ആയിട്ട് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു സ്റ്റീൽ പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം, ഒരു 2 കപ്പ് വെള്ളം അടുപ്പിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളയ്ക്കാൻ വിടണേ. നല്ല പോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ തോട്ടുപുളിയാണ്, കുടംപുളി. ഈ പുളിയുടെ നമ്മുടെ നാട്ടിൽ തോട്ടുപുളി എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ കയ്യിൽ വലിയ തോട്ടുപുളി ഉണ്ടെങ്കിൽ ഒരു 2ഓ 3ഓ ഇട്ടാൽ മതി കേട്ടോ വെള്ളത്തിനകത്ത്. നമുക്കതല്ല, ഈ ടൈപ്പ് ചെറിയ തോട്ടുപുളി ആണെങ്കിൽ ഒരു 5-6 നമുക്ക് തോട്ടുപുളി എടുത്തിട്ട് ഇത് മാത്രം മതി നമ്മുടെ ബർണറിനെ നല്ല വൃത്തിയാക്കി നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ തിളച്ച വെള്ളത്തിനകത്തോട്ട് ഈ തോട്ടുപുളി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ വെട്ടിത്തിളയ്ക്കുന്ന സമയമാകുമ്പോഴത്തേന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ വെള്ളത്തിനകത്തോട്ട്, ഈ തിളച്ച് കിടക്കുന്ന ആ ഒരു വെള്ളത്തിനകത്തോട്ട് നമ്മുടെ ഈ ബർണർ ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ വെച്ചേക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് എടുക്കാവുള്ളൂ. അത്രയും കാര്യമേ ഉള്ളൂ. നമ്മുടെ ഈ തോട്ടുപുളിയൊക്കെ ചെല്ലുമ്പോൾ ആ ഒരു കളർ ചേഞ്ച് വരുമല്ലോ, അതിലോട്ട് നമ്മുടെ ബർണർ അങ്ങോട്ട് ഇട്ട് അടച്ച് മാറ്റി വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളതെടുത്ത് നല്ല പോലെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വേണേ, അതോ നമ്മുടെ ചകിരിയോ എന്തായാലും മതി. അത് വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം നല്ലതുപോലെ വെള്ളമെല്ലാം തണുത്തിട്ടുണ്ട്, ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ സ്റ്റീലിൻ്റെ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് തേക്കാൻ പോവുകയാണ്. സോപ്പ് പൊടിയോ സോപ്പോ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അത് വെച്ചിട്ട് നല്ല വൃത്തിയായിട്ടും തേച്ച് കൊടുക്കുക. കുറച്ച് നേരം തേക്കണമേ, അത്രയേ ഉള്ളൂ പാട്. എങ്കിലും ആ ഒരു തോട്ടുപുളി മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ബർണർ. ചിലർ ബേക്കിംഗ് സോഡ, നാരങ്ങ നീര്, വിനീഗർ അതൊക്കെ ഇട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതും നല്ലതുപോലെ യൂസ് ആവുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഒറ്റ ഒരു സാധനം മതി, വലിയ പൈസ ചിലവില്ല. തോട്ടുപുളി എല്ലാവരുടെയും വീട്ടിൽ കാണും, ഈ ഒരു കുടംപുളി എന്ന് പറഞ്ഞ സാധനം. അത് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാനിത് വൃത്തിയാക്കുന്നത്. നിങ്ങളെ ഞാൻ ലൈവായിട്ട് തന്നെ കാണിക്കുവാണ്. അപ്പം നമ്മൾ അത്രയും ഒന്ന് ഉരച്ച് കൊടുക്കുക. നമ്മൾ റോഡിന് സൈഡായതുകൊണ്ടാണ് ഈ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പം നമ്മളിത് കുറച്ച് നേരം ഇങ്ങനെ ഉരച്ച് കൊടുക്കുക. നമ്മുടെ ബർണർ എത്രത്തോളം വൃത്തിയായെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ വേണ്ട ഇത്രയും തേച്ച്, ആ അഴുക്ക് വെള്ളം കണ്ടോ, അതിനകത്ത് അത്രയും അഴുക്കാണ് അതിൻ്റെ. ഞാൻ വെള്ളം ഒഴിച്ച് കഴുകി കാണിച്ചു തരാവേ. നമുക്ക് ആ തോട്ടുപുളി ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു ബർണർ, അത്രയും അഴുക്ക് പിടിച്ച ബർണർ, നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആ ബർണറിനെ നമ്മളിതിൻ്റെ ഈ ഒരു രൂപത്തിലോട്ട് ആക്കി എടുത്തിട്ടുണ്ട്. വെട്ടിത്തിളങ്ങുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഒരു രൂപത്തിലോട്ട് നമ്മൾ ഇത്രയും വൃത്തിയാക്കി ചൂടുവെള്ളവും അത് ഉപയോഗിച്ചിട്ടാണ് ഇത്രയും മതി നമുക്ക്. ഇത്രയും നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ്, വളരെ ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇത് എല്ലാവരിലും ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇത് നല്ല എളുപ്പത്തിൽ, നമുക്ക് വലിയ പാടില്ല, വലിയ ചിലവേ ഇല്ലാത്തൊരു കാര്യമാണ് ഇന്ന് ഞാൻ ഈ ചെയ്ത വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ.